കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുന്ന ശീലമ്മ വന്നു തിന്നു പോയി. ഡാൻസ് കളിച്ചാശി കൗസ് മോനി. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. രാവിലെ തന്നെ സീത എണീറ്റു, കാശി എണീറ്റു, കൗസു എണീറ്റു. കാശി എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനുമായിട്ട് അവൻ അമ്പലത്തിൽ പോയി. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ അമ്പലം തന്നെയാണ്. അവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിട്ട് അച്ഛനുമായിട്ട് അവൻ പോയിട്ട് വന്നപ്പോഴേക്കും അവൻ്റെ കയ്യിലൊരു മിഠായി ഉണ്ടായിരുന്നു. പിന്നെ അതും കൊണ്ടങ്ങ് നിൽപ്പായിരുന്നു രാവിലെ മൊത്തം. പിന്നെ സീതയെ കുളിപ്പിച്ചു. കാശിയെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൾ റെഡിയാക്കി. കാശി കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുന്ന ശീലമ്മേ. കുളി കഴിഞ്ഞപ്പോഴേക്കും മേഡം ഒന്ന് ഉറങ്ങാൻ കയറി. ആ സമയത്ത് ഒക്കെ ചെറുതായിട്ടൊന്ന് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോഴേക്കും കാശി ചേട്ടൻ കുളിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അവനവൻ്റെ കാർട്ടൂണും കണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നോളും. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അമ്മ ഉച്ചയ്ക്കത്തെ കറിക്കറി ഇരുന്നപ്പോഴേക്കും പിന്നെ അവൻ അമ്മയുടെ കൂടെ ഇരുന്ന് കാർട്ടൂണൊക്കെ കാണുന്നത്. വേഗം തന്നെ എല്ലാം തീർത്തിട്ട് ഞങ്ങളൊരു മാമോദിസയ്ക്ക് പോയി. അപ്പോഴേക്കും സീത അച്ഛൻ്റെ കയ്യിലുണ്ട്. അവളൊന്ന് വഴക്കാൻ മുന്നേ വരണം. പിന്നെ റെഡി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എടുക്കും. ആളിങ്ങനെ നിറച്ച് പാലൊക്കെ കുടിച്ചിരിക്കുന്നത് കൊണ്ട് ഉറങ്ങും എന്നൊരു ഇതുള്ളതുകൊണ്ടാണ് ഞങ്ങളങ്ങ് പോയത്. അവൾ കുഴപ്പമില്ലാതെ കിടന്നുറങ്ങി. ഞങ്ങളിപ്പോൾ പള്ളിയിലെത്തിയപ്പോഴത്തേക്കും മാമോദീസ കഴിഞ്ഞായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് കണ്ടിട്ട് പിന്നെ ഞങ്ങളും ഓഡിറ്റോറിയത്തിലൊക്കെ നേരെ കയറി. സോ കുഞ്ഞാമ ഫാമിലിയൊക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. കാശിക്കിപ്പോൾ വാരി കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അവന് തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കണം. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരണം, അങ്ങനെയുള്ള കേസിലൊക്കെ ഞങ്ങൾ പെട്ടെന്ന് വാരി കൊടുക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ വീട്ടിലൊക്കെ അവൻ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഇതാണ് മാമോദീസ നടന്ന പള്ളി. വന്നു തിന്നു പോയി. കിണറോ? നല്ല കിണർ, കുഴപ്പമില്ല. വന്ന കാശി ഉറക്കിയിടാൻ തന്നെ പിന്നെയും ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്നു. നമ്മുടെ അടുത്ത് തന്നെ ചരമോട്ടിലോട്ടാണ് പോയത്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ, പിന്നെ മുട്ട, സ്നാക്സ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ചു വിട്ടു. ഇതാണ് ചരമോട്ടിലെ നൈസ് ബേക്കറി. അടിപൊളി ബേക്കറിയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന സ്നാക്സൊക്കെ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കുന്ന കാണാം. നല്ല ഫ്രഷായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എടുത്തിരിക്കുന്ന കട ഇതാണ്, ചരമോട്ടിലെ വിസ്മയ ഷോപ്പിംഗ് സെൻറ്റർ. ഉത്സവത്തിൻ്റെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടിയുണ്ട്. അത് നടക്കുന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ്. ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും സീത എണീറ്റ് അവൾ അച്ഛമ്മ എണീപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. കണ്ടപ്പോഴേക്കും ഒരു കുഞ്ഞി ചിരിയൊക്കെ തന്നു. പിന്നെ അവളെ ഞാൻ ഒന്നുകൂടെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് റീൽസൊക്കെ ഇങ്ങനെ എടുത്തു. ഞങ്ങളുടെ ശ്രീക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സീതയും കാശി എണീറ്റ് വന്നു. കാശി പിന്നെ അച്ഛൻ്റെ കൂടെ അങ്ങ് പോവും. പറമ്പിലാണെങ്കിലും റോഡിനാണെങ്കിലും അങ്ങ് പൊക്കോളും. പിന്നെ സീതയായിട്ട് കുറച്ച് നേരം പുറത്തോട്ടങ്ങി നടന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും കാശിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടി ഇപ്പോൾ ഇത്. ഏത് സമയവും ഇതിൻ്റെ മണ്ടയ്ക്കായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇത് കളിക്കാൻ. പക്ഷേ ഇത് ചവിട്ടി കളിക്കാൻ ഞാൻ അറിയില്ല. പിന്നെ കൗസുമായിട്ടുള്ള റൗണ്ട്സിന് സമയമായി അവരങ്ങ് പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു കെട്ടുമുറുക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ പോകാൻ റെഡിയായി നിന്നപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം കളിച്ചു. ഡാൻസ് കളിച്ചാശി കൗസ് മോനി. ഞങ്ങൾ കെട്ടുമുറുക്ക് വീട്ടിലേക്ക് ചെന്നപ്പോഴേക്ക് എല്ലാം റെഡിയാക്കുമായിരുന്നു. പക്ഷേ അതൊന്നും മര്യാദയ്ക്ക് കാണാൻ സമ്മതിച്ചില്ല. കാശി നല്ല വഴക്കായി. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.